എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കാനായി ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ശ്രീ സുരേന്ദ്രൻ നായരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥി പ്രവീണമ്മ, നമ്മുടെ പ്രിയങ്കരനായ മഹാബലി ചക്രവർത്തി, ഓണപ്പൊട്ടൻ, മറ്റ് വേഷങ്ങൾ, നമ്മുടെ ശ്രീരഞ്ജിനിയുടെ ഭാരവാഹികൾ, പേരെടുത്ത് പറയുന്നില്ല, പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ തുടങ്ങി ഈ കമ്മിറ്റിയെ നയിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഭാരവാഹികളെ, എൻ്റെ പ്രിയപ്പെട്ട ശ്രീരഞ്ജിനി കുടുംബാംഗങ്ങളെ, വിശിഷ്ടാതിഥികളെ, ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ശ്രീരഞ്ജിനി മ്യൂസിക് ഫോറത്തിൻ്റെ പേരിൽ ഇന്ന് നടക്കുന്ന നിറവിൻ്റെ ഓണം എന്ന ആഘോഷങ്ങളുടെ പരമ്പരയുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ സമയദൈർഘ്യം എടുക്കുന്നില്ല, നമ്മൾ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വിശിഷ്ടാതിഥിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനായി നമ്മുടെ ശ്രീരഞ്ജിനി മ്യൂസിക് ഫോറത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി വി ശിവൻ അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും പ്രിയപ്പെട്ട ശ്രീമതി പ്രവീണ, ആദരണീയനായ മഹാബലി ഓണപ്പൊട്ടൻ, അതുപോലെ ശ്രീരഞ്ജിനിയുടെ പ്രധാനപ്പെട്ട ഓഫീസ് ബേരേഴ്സായിട്ടുള്ള ശ്രീ മോഹൻദാസ്, സുമൻലാൽ, ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാൻ ദേവിപ്രസാദ്, ജനറൽ സെക്രട്ടറി എസ് സുരേന്ദ്രൻ നായർ, മറ്റ് വിവിധ കമ്മിറ്റികളുടെ കൺവീനേഴ്സായിട്ടുള്ള ശ്രീമതി ശ്രീകല പ്രസാദ്, സതീഷ്, ലൈല, എല്ലാവരുമായും തോന്നുന്നു, പ്രിയപ്പെട്ട ജയകൃഷ്ണൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീരഞ്ജിനിയുടെ 10ാമത് ഓണാഘോഷ പരിപാടിയാണ് ഇന്നിവിടെ അരങ്ങേറുന്നത്. ഓണനാളുകൾ തീർന്നെങ്കിലും മലയാളി ഉള്ളിടത്തെല്ലാം
ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരോണം മുതൽ അടുത്ത ഓണം വരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓണാഘോഷങ്ങൾ നടക്കാറുണ്ട്. സമാനതകളില്ലാത്ത മലയാളിയുടെ ഈ ഉത്സവം നമ്മുടെ സാംസ്കാരിക പെരുമയും പൈതൃകവും സൗഹാർദ്ദ മനോഭാവവും വിളിച്ചോതുന്ന ലോകത്തെ തന്നെ അതിശയിപ്പിക്കുന്ന ഒരു മഹോത്സവമാണ്. എല്ലാ ആഘോഷങ്ങളും നമുക്ക് സന്തോഷമാണ് തരുന്നതെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഒരു നവീകരണം കൂടിയാണ് ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നിവിടെ നടക്കുന്ന കലാപരിപാടികൾ നമ്മൾ വളരെ ചെറിയൊരു സംഘടനയാണെങ്കിൽ തന്നെയും ഈ സംഘടനയിലെ ഏതാണ്ട് 75% ആൾക്കാരും പങ്കെടുക്കുന്ന വിവിധ തരത്തിലുള്ള പരിപാടികളാണ് അരങ്ങേറുന്നത്. കഴിഞ്ഞ 2-3 മാസക്കാലമായിട്ട് ഇതിൻ്റെ ഒരുക്കങ്ങൾ അണിയറയിൽ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മളിൽ ആരും തന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്തോ കോളേജിൽ പഠിക്കുന്ന സമയത്തോ കലാപരമായ കഴിവുകളുമായി രംഗത്തെത്താതിരുന്ന ആൾക്കാരാണ്. ഏതാണ്ട് 90% ആൾക്കാരും ഇവിടെ ശ്രീരഞ്ജിയിൽ മെമ്പേഴ്സായതിനു ശേഷം മാത്രം കലാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ കുറ്റങ്ങളും തെറ്റുകളും പിഴവുകളും ഒക്കെ സഹിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മഹാത്മ്യം കൂടി പറഞ്ഞില്ലെങ്കിൽ അപൂർണമാകും. ഒക്ടോബർ 2 ലോകത്തിന് അഹിംസയുടെ സിദ്ധാന്തം പ്രചരിപ്പിച്ച അതിൻ്റെ പ്രചാരകനും പ്രബോധകനുമായിരുന്ന ഗാന്ധിജിയുടെ ജന്മദിനമാണെന്ന്. അതിനെല്ലാം ഉപരി സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷമായ നവരാത്രിയുടെ പരിസമാപ്തി ഇന്ന് 10-ാം ദിവസം വിജയദശമി നടക്കുകയാണ്. ശരിക്കും നവരാത്രിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തുതന്നെയായാലും ആത്യന്തികമായി മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരാഘോഷമാണത്. ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, അജ്ഞതയിൽ നിന്ന് അറിവിലേക്ക്, അതുപോലെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇതൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ എന്നൊരു പവിത്രമായ ദിനത്തിൽ ഇങ്ങനെ ഒരു ആഘോഷ പരിപാടി നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമാണ്. ഇന്നിവിടെ നമ്മുടെ മുഖ്യ അതിഥിയായി വന്നിരിക്കുന്ന ശ്രീമതി പ്രവീണയെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് നമ്മുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോവുകയാണ്. പ്രമുഖ ചലച്ചിത്ര സീരിയൽ നടിയായ പ്രവീണ ഒരു ഔപചാരികമായ അല്ലെങ്കിൽ പരിചയപ്പെടുത്തൽ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നടിയാണ്. കഴിഞ്ഞ 3-4 വർഷക്കാലമായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പ്രവീണയെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ തവണ പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇത്തവണ ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കുമെന്ന് പറഞ്ഞു. അത് നമ്മളെ പലരും വരുന്നതിന് നേരത്തെ കാലേ കൂട്ടി തന്നെ പ്രവീണയോട് എത്തി. അതിൽ ഏറ്റവും അധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ചുള്ള പ്രവീണ ഒരു ബാലതാരമായിട്ട് 1992 ഗൗരി എന്ന ചിത്രത്തിലൂടെ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. 97 കളിയൂഞ്ഞാൽ, ഒരാൾ മാത്രം, കലാപം, പ്രണയവർണ്ണങ്ങൾ, 98 ദ ട്രൂത്ത്, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, 1-ാം വട്ടം കണ്ടപ്പോൾ, ഗാന്ധിയൻ, അഗ്നിസാക്ഷി, ഏഴുപിന്നത്തിറകൻ, മഴവില് തുടങ്ങിയ സിനിമകൾ ചെയ്തു. പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഏതാണ്ട് 60ഓളം മലയാള സിനിമകൾ അഭിനയിക്കുകയുണ്ടായി. 1998 അഗ്നിസാക്ഷിയിലെ അഭിനയത്തിന് അതിനകത്ത് തങ്കം എന്ന കഥാപാത്രമാണെന്ന് തോന്നില്ല, തങ്കം എന്ന കഥാപാത്രത്തിന് സംസ്ഥാനത്തെ മികച്ച നടിക്കുള്ള 2ാമത്തെ മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് 2008 വീണ്ടും സംസ്ഥാന പുരസ്കാരം പ്രവീണയെ തേടിയെത്തി. അതായത് ഒരു പെണ്ണും രണ്ടാണും എന്നതിൽ പങ്കിയമ്മ എന്ന കഥാപാത്രം, അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒരു പെണ്ണും രണ്ടാണും എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സംസ്ഥാന ബഹുമതി കിട്ടിയത്. അതുകൂടാതെ തന്നെ 2 തവണ വീണ്ടും സംസ്ഥാന പുരസ്കാരം കിട്ടിയത് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ 2010 ഇലക്ട്ര, 2012 ഈവൻ മേഘരൂപൻ, മൊത്തം 4 സംസ്ഥാന അവാർഡുകൾ ഈ കലാകാരിക്ക് ലഭിച്ചു എന്നുള്ളത് ഏറ്റവും അധികം സന്തോഷം പകരുന്ന കാര്യമാണ്. 70ഓളം മലയാള ചിത്രങ്ങൾ, തമിഴിൽ 9 സിനിമ, തെലുങ്കിൽ 5 സിനിമ, നിരവധി ടെലിഫിലിമുകൾ, സീരിയലുകൾ, വെബ് സീരീസുകൾ, ഒത്തിരി ആൽബംസ്, അങ്ങനെ ഒരുപാട് കലാപരമായ പ്രവർത്തനങ്ങളുടെ സാർത്ഥകമാണ് പ്രവീണയുടെ സാഹിത്യ സാംസ്കാരിക ജീവിതം എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ വൈഫ് ഗേളിയുടെ സ്റ്റുഡൻറ്റ് കൂടിയാണ്. അത് ഞാൻ അഭിമാനത്തോടെ സ്മരിക്കുകയാണ്. എൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൊച്ചനുജത്തിയാണ്. ഇതുകൂടാതെ രാരീരം രാരോ, മമ്മി ആൻഡ് മീ, ഐഡിയ സ്റ്റാർ സിംഗർ, ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗർ,
ഏഷ്യാനെറ്റിൽ തന്നെ വോഡാഫോൺ കോമഡി സ്റ്റാർസ്, ജയ്ഹിന്ദിൻ്റെ യുവതാരം, ജയ്ഹിന്ദിൻ്റെ ഗ്രഹലക്ഷ്മി, അമൃതയുടെ സൂപ്പർ ഡാൻസർ എന്നീ റിയാലിറ്റി ഷോകളിലെ ജൂറി മെമ്പറായിരുന്നു. ദൂരദർശൻ്റെ സപ്തസ്വരങ്ങൾ, സംഗീതിക എന്നീ മ്യൂസിക് ഷോകൾ, വിജയ് ടി വിയുടെ മഹാറാണി, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ സ്നേഹ സൂപ്പർ സ്റ്റാർ എന്നിവയുടെ ആങ്കർ കൂടിയായിരുന്നു. നിരവധി ആൽബങ്ങൾക്ക് വേണ്ടിയും പാടുകയും അഭിനയിക്കുകയും ചെയ്ത പ്രവീണ ഒരു നല്ല വാഗ്മി കൂടിയാണെന്നാണ് എൻ്റെ അറിവ്. എന്തായാലും ഏറെ സ്നേഹത്തോടെ അതിലേറെ അഭിമാനത്തോടെ പ്രവീണയെ ശ്രീരഞ്ജനിക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ബഹുമാനായ ആരാധ്യനായ മഹാബലി തമ്പുരാൻ കഴിഞ്ഞ വർഷവും നമ്മളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സുന്ദരനായൊരു മഹാബലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ മഹാബലി ഞങ്ങളെ വന്ന് അനുഗ്രഹിച്ചതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും ഞങ്ങളെ എല്ലാ വർഷവും ഒന്ന് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഓണത്തിൻ്റെ വടക്കൻ മലബാറിൽ മാത്രം കണ്ടുവരുന്നൊരു കലാരൂപമാണ് ഓണപ്പൊട്ടൻ. ഓണത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് കർക്കിടക മാസത്തിൽ എല്ലാ ഭവനങ്ങളിലും വരികയും അവിടുത്തെ ചേട്ടകളെ, അതായത് അശുദ്ധമായ കാര്യങ്ങളെയൊക്കെ അടിച്ചു മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കഥാരൂപമാണ് ഓണപ്പൊട്ടൻ. ആ ഓണപ്പൊട്ടന് മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനും നന്ദി പറയുന്നു. അതുപോലെ കേരളത്തിൻ്റെ 2 സാംസ്കാരിക കലാരൂപങ്ങൾ, കേരളത്തിൻ്റെതാണ് ഒന്ന്, മറ്റൊന്ന് കേരളത്തിൻ്റെതല്ല, തമിഴ്നാടിൻ്റെതാണ്. ഒന്ന് തെയ്യം, വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപമാണ് തെയ്യം. ആ തെയ്യം അവതരിപ്പിച്ച കലാകാരനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മയിൽപ്പീലി നൃത്തം, നമ്മളുടെ തമിഴ്നാടിൻ്റെ കലാരൂപമാണ് പ്രധാനമായിട്ടും മയിൽപ്പീലി നൃത്തം. ആ മയിൽപ്പീലി നൃത്തം ഇവിടെ മനോഹരമായിട്ട് അവർ കെട്ടിയാടുകയുണ്ടായി. ഇതിനെല്ലാം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്, എന്നെ സഹായിച്ചത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞാൻ ഇന്ന് മാത്രം പരിചയപ്പെട്ട ആകാശാണ്. ആകാശ് ഇവിടെയുണ്ട്. ആകാശിനും പ്രത്യേക സ്വാഗതം ചെയ്യുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീരഞ്ജനിയുടെ കുടുംബാംഗങ്ങൾ, അവരാണ് ശ്രീരഞ്ജനിയുടെ ഏറ്റവും വലിയ ശക്തി സ്രോതസ്സും അതുപോലെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തിയും അവരാണ്. അവരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഗസ്റ്റുകളായിട്ട് കുറേയധികം ആൾക്കാർ വന്നിട്ടുണ്ട്, കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട്, അതുപോലെ ഇതിനകത്ത് നമ്മളൊരു 3 മേക്കപ്പ് റൂം സജ്ജീകരിക്കുന്നുണ്ട്. അത് നിറയെ ആളിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇവിടെ തിങ്ങി നിറഞ്ഞ ആൾക്കാരുണ്ടാകുമായിരുന്നു. അടുത്ത പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുവേണ്ടി അവർ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കലാകാരന്മാരെയും ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായ ശ്രീ ദേവിപ്രസാദ് തുടങ്ങി മറ്റുള്ള എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രവീണയെയും മഹാബലിയെയും ഓണപ്പൊട്ടനെയും അതുപോലെ ഭാരവാഹികളെയും സദയം ക്ഷണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. ആദരണീയനായ മഹാബലി തമ്പുരാൻ, ഓണത്തപ്പൻ പ്രതിനിധികൾ, വേദിയിൽ നിൽക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഗുരുതുല്യരായ ജനങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു നിമിഷമാണിത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ ഒരു വേദിയിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. എന്നെ ഒരു അതിഥിയായിട്ടാണ് ഇവിടെ ക്ഷണിച്ചതെങ്കിലും ഇവിടെ വന്ന നിമിഷം മുതൽ എല്ലാവരും പരിചയമുള്ള മുഖങ്ങൾ, സ്നേഹത്തോടെയുള്ള സംസാരം, പരിചയം പുതുക്കൽ, സ്നേഹാന്വേഷണങ്ങൾ, അതിലൂടെ ഞാൻ നിങ്ങളിൽ ഒരാളായി മാറി. നിങ്ങളുടെ ഒരു അംഗമായിട്ട് തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഒരിക്കലും ഒരു അതിഥിയാണെന്നോ ഒരു ചടങ്ങിന് ഉദ്ഘാടനം ചെയ്യാനോ എത്തിയൊരു വിശിഷ്ട വ്യക്തിത്വം അങ്ങനെയൊന്നും എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരുപാട് സന്തോഷത്തോടെയാണ്. എന്തായാലും
ശ്രീരഞ്ജിനി മ്യൂസിക് ഫോറത്തിൻ്റെ 10ാമത് ഓണാഘോഷം, 10ാമത് പിറന്നാൾ ഇവിടെ വളരെ മനോഹരമായി ആഡംബരമായിട്ട് തന്നെ പ്രൗഢഗംഭീരമായിട്ട് തന്നെ കൊണ്ടാടുന്ന ഒരു സൗന്ദര്യ നിമിഷമാണിത്. ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതട്ടെ. ഒരുപാട് പ്രോഗ്രാം ഉണ്ട് ഇവിടെ. ഞാനിന്ന് കേൾക്കുകയാണ്, എന്നെ അതിശയിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ. ശിവൻചേട്ടൻ എന്നെ ഒരുപാട് തവണ വിളിക്കാറുണ്ട് പ്രോഗ്രാമിന്, ഒരുപാട് പ്രോഗ്രാംസിന്. ഇത് മാത്രമല്ല, എന്ത് പ്രോഗ്രാം ശിവൻചേട്ടൻ മുന്നിൽ നിന്ന് നടത്തുന്നുണ്ടെങ്കിലും എനിക്കൊരു മെസ്സേജ് അയക്കും, പ്രവീണ അവൈലബിൾ ആണോ എന്ന്. എനിക്കതുകൊണ്ട് തന്നെ വളരെ വിഷമം തോന്നിയിട്ടുണ്ട്. ഓരോ തവണയും എനിക്ക് നോ പറയുമ്പോൾ, ഞാൻ തിരുവനന്തപുരത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരാമെന്നാണ് ഞാൻ അന്ന് പറയുന്നത്. ഞാൻ മിക്കവാറും ഇവിടെ ഉണ്ടാവില്ല, കാരണം ഒരു 10-15 വർഷമായിട്ട് ഞാൻ മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. സീരിയലുകളിലും ഇല്ല. ദേവി മഹാത്മ്യം എന്നൊരു സീരിയൽ ചെയ്തിരുന്നു. അതിനുശേഷം ഞാൻ മലയാളത്തിൽ സീരിയലൊന്നും ചെയ്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഞാൻ തെലുങ്കിൽ തമിഴിൽ എനിക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വന്നു. കുറച്ചുകൂടെ നല്ല കഥാപാത്രങ്ങൾ എനിക്ക്, പിന്നെ അവിടോട്ട് മാറുമ്പോഴത്തേക്കും കുറച്ചൊരു പുതുമുഖമാണല്ലോ ഞാൻ. അപ്പം ഒരു ഫ്രഷ് ഫേസ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് അവിടെ കിട്ടാൻ തുടങ്ങി. അപ്പം ഞാനൊരു 10-15 വർഷമായിട്ട് ആ ഒരു മേഖലയിലായിരുന്നു, തമിഴ് തെലുങ്ക് ഇൻഡസ്ട്രിയിലായിരുന്നു കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരുവനന്തപുരം ഭാഗത്ത് ഞാൻ വരുന്നത് തന്നെ മാസത്തിൽ 1 ദിവസമോ 2 ദിവസമോ അത്രയേ ഉള്ളൂ. ഒന്ന് വന്നിട്ട് തീർച്ചയായിട്ടും അങ്ങ് തിരിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് പല വേദികളിൽ ഇതുപോലെ പങ്കെടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നത്. പല ഫംഗ്ഷനും ഇപ്പം എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ എനിക്ക് മെസ്സേജ് ഞാൻ കണ്ട് അപ്പം തന്നെ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് 100% ചേട്ടാ ഞാൻ അവിടെ എത്തിയിരിക്കും എന്ന്. എനിക്ക് സന്തോഷമുണ്ട് ഇവിടെ എത്താൻ സാധിച്ചതിൽ. ഈശ്വരൻ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ടീച്ചറിനെ എനിക്ക് കാണാൻ സാധിച്ചു, എൻ്റെ ഗുരു, എൻ്റെ ശ്രീലേഖ ടീച്ചർ. അവരുടെയൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഞാൻ ഏറ്റവും വിനയാന്വിതയായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഈ ശ്രീരഞ്ജിനിയുടെ കലാപ്രവർത്തനങ്ങളെപ്പറ്റി ഞാൻ ചോദിക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരുപാട് വധോരാതെ പറയാനുള്ള കാര്യങ്ങൾ. എനിക്കൂടെ ഇതിനകത്തൊരു അഡ്മിഷൻ, ഒരു മെമ്പർ ആക്കുമോ എന്നെ കൂടെ? ശിവൻചേട്ടാ കേട്ടില്ല എന്ന് തോന്നുന്നു. പോയോ? വെളിയിൽ പോയോ? കൊതിയാവണോ ഇത്? ഇവരുടെ ഈ കലാപ്രവർത്തനങ്ങളും ഈ സ്നേഹക്കൂട്ടായ്മയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും മേലിലും ഒരുപാട് ഉയർച്ചയിലേക്ക് ഈ ഒരു കലാസംഘടന മാറട്ടെ, ഉയർന്നുയർന്ന് പറന്നുയരട്ടെ. ഇതിൻ്റെ നിങ്ങളുടെ ഈ സ്നേഹക്കൂട്ടായ്മ കാരണം, ഈ സംഗീത അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങൾ കാരണം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരുപാട് ആരോഗ്യം നൽകുകയും അതോടൊപ്പം സമൂഹത്തിന് ഒരു നല്ല കാര്യങ്ങൾ, നന്മ വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുമുള്ള സാഹചര്യങ്ങൾ ഈ കലാസംഘടനയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചതിനുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. സ്നേഹത്തോടെ പ്രവീണ. ഒരുപാട് നന്ദി പ്രവീണ, ഒരുപാട് സ്നേഹമുള്ള വാക്കുകൾക്ക്. ഇനി ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ എം ദേവിപ്രസാദിനെ സാദരം ക്ഷണിക്കുന്നു. ഇന്നത്തെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായ മഹാബലി ഓണപ്പൊട്ടൻ, നമ്മുടെ മുഖ്യ അതിഥിയായി ഇന്നിവിടെ എത്തിച്ചേർന്ന ശ്രീമതി പ്രവീണ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ള ശ്രീരഞ്ജിനി കുടുംബാംഗങ്ങളെ, ഒരു നീണ്ട ഉദ്ഘാടന ചടങ്ങിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് വളരെ ഹ്രസ്വമായ രീതിയിൽ നമ്മൾ ഇന്ന് ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതിന് ഔപചാരികമായി നന്ദി പറയുക എന്ന ചുമതലയാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്നിവിടെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്ന പ്രശസ്ത സിനിമാ സീരിയൽ നടി പ്രവീണയെക്കുറിച്ച് നേരത്തെ പറയുകയുണ്ടായി. സാധാരണ രീതിയിലൊരു സിനിമാ താരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കാണുന്ന ഒരു രൂപമുണ്ട്. അതേസമയം പ്രവീണ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയത്തില്ല, ദ ഗേൾ നെക്സ്റ്റ് ഡോർ, അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ എന്ന് മാത്രമേ നമുക്ക് ഏവർക്കും തോന്നിയിട്ടുള്ളൂ. ചെന്നൈയിലായിട്ട് പോലും തിരക്കുകൾക്കിടയിലും ഇവിടെ വന്ന നമ്മളുടെ ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ വന്ന പ്രവീണയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ശ്രീരഞ്ജിനിയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ പാതാളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചടങ്ങിലും പങ്കെടുത്തിട്ട് പോകാം
പോകാൻ സന്മനസ് കാണിച്ച നമ്മളുടെ പ്രിയങ്കരനായ മഹാബലിക്കും മറ്റ് ശ്രീരഞ്ജനിയുടെ അമരക്കാർക്കും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അവതരിപ്പിക്കുന്ന എല്ലാ കലാപരിപാടികളും തീരുന്നതുവരെ ഇരുന്ന് കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള 2 വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി, അദ്ദേഹമാണ് നമ്മുടെ സംഘടനയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി ശ്രീ മോഹൻദാസ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷം ഇത്രയും ഗംഭീരമാക്കി തീർക്കുവാൻ ഇപ്പോൾ ഇതുവരെ കണ്ട ഈ എന്താണ് ഈ ചടങ്ങുകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട്. നമ്മുടെ മെമ്പേഴ്സ് വളരെയധികം മാസങ്ങളോളം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആണ് ഇന്നത്തെ ഈ വേദി ഈ രീതിയിൽ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങ് ഭംഗിയായി നടത്തുവാൻ എത്തിച്ചേർന്ന ശ്രീമതി പ്രവീണയ്ക്കും മറ്റ് ഇവിടെ വന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവർക്കും സ്വാഗതമോ നന്ദിയോ രണ്ടും കൂടെ ഒരുമിച്ചോ ഞാൻ രേഖപ്പെടുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ആഘോഷങ്ങളെല്ലാം കണ്ട് അമ്പരന്നിട്ട് പ്രവീണ ചോദിക്കുകയാണ് ഇതിനകത്ത് മെമ്പർഷിപ്പ് കൊടുക്കാമെന്ന്. കൊടുക്കണം, കൊടുക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ, എല്ലാ മാസം പ്രോഗ്രാമിന് വരണം. അതിനകത്ത് യാതൊരു ദാക്ഷിണ്യവുമില്ല. ചടങ്ങ് അവസാനിക്കുന്നു. കർട്ടനിട്ട് അടുത്ത പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. മഹാബലിയുടെ ഒരു ആശംസയുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വന്ദനം. എനിക്ക് വളരെയധികം സന്തോഷമായി ഇത്രയും ഗംഭീരമായ ഒരു ദൃശ്യ വിരുന്നോടുകൂടി എന്നെ സ്വീകരിച്ചതിന് നമ്മുടെ രഞ്ജിനിയിലെ എല്ലാ സംഘടകർക്കും ഞാൻ വലിയൊരു നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ഓണങ്ങളും അത്തപ്പൂക്കളും കണ്ട് ഞാൻ തിരിച്ച് പാതാളത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അടുത്ത കൊല്ലവും നിങ്ങളെ വന്ന് കാണാൻ സർവേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണക്കാലം നേർന്നുകൊണ്ട് ഈ മാവേലി മന്നൻ വിടവാങ്ങുന്നു. നമ്മുടെ സുന്ദരനായ മഹാബലി സ്റ്റേറ്റ് ബാങ്കിൻ്റെ സ്വത്താണ് കേട്ടോ. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ജീവനക്കാരനാണ്. ഒരു നല്ല കൈയടി കൊടുക്കാം അടുത്ത വർഷം വരാൻ വേണ്ടി. ഓക്കെ. ഒരു സർപ്രൈസും കൂടെ ഉണ്ട്. സ്വന്തമായിട്ട് തന്നെ സമ്മാനം എഴുതി വാങ്ങുന്ന നമ്മുടെ പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റും കനകാമ്പര ടീമിലുള്ളതാണ്. ഒരു കൈയടി. ഒന്നാം സമ്മാനം 1 ലക്ഷം രൂപയാണ് കേട്ടോ. $1 ലക്ഷം കൈമാറുന്നതിന് വേണ്ടി പ്രവീണെ ക്ഷണിക്കുകയാണ്. വാ. കനകാമ്പരം ഗ്രൂപ്പ് ഒന്നാം സമ്മാനം. ഹലോ. Apo! Hero! 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 മ്യൂസിക് ഒന്ന് നിർത്തണേ. മ്യൂസിക് 1 മിനിറ്റ് നിർത്ത. ഓക്കെ. ഒന്നാം സമ്മാനം കനകാമ്പരം ഗ്രൂപ്പ്. രാജി ക്യാപ്റ്റൻ, സജിത വൈസ് ക്യാപ്റ്റൻ, ബാക്കി എല്ലാ ആൾക്കാരും ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. രണ്ടാം സമ്മാനം രാജമല്ലി ജസ്റ്റിസ് ആൻഡോ, 50,000 രൂപ.
ഓക്കെ, ആർപ്പുളി ഉണ്ടോ? ആർപ്പോയ് യോ യോ യോ. മൂന്നാം സമ്മാനം സൂര്യകാന്തി, 20,000 രൂപ. വാ, ആർപ്പോയ്. പ്രോത്സാഹന സമ്മാനം ചെമ്പകം, ബീന സതീഷ് ആൻഡ് ഗ്രൂപ്പ്. ഇതാണ് വിളി. ആർപ്പ് വിളിച്ചതിന് പ്രവീണിന്റെ വക 100 രൂപ സമ്മാനം. അതുപോലെ സിനിമ കഥകൾ എഴുതിയിട്ടുണ്ട്, നോവലിസ്റ്റാണ്, അവാർഡ് ജേതാവാണ്. ഇവരൊക്കെ ഉപരിയായിട്ട് വളരെ കേരളത്തിൻ്റെ 2-3 പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിച്ച ആളാണ്. വെളിയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന സാറിനെ അങ്ങേയറ്റം നന്ദി പറയുന്നു. ബാബുജി സാറിൻ്റെ പ്രശസ്തമായ തിരക്കഥകൾ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതായിരിക്കും. സൂപ്പർ ഹിറ്റ് സിനിമകളായ ദില്ലി വാല രാജകുമാരൻ, മലപ്പുറം ഹാജി, മഹാനായ ജോജി, പിന്നെ ഒളിമ്പ്യൻ അന്തോണി യാദം തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ കഥയും തിരക്കഥയും രചിച്ചതാണ് ബാബുജി ചേട്ടൻ. എല്ലാവരുടെയും പേരിൽ ഒന്നുകൂടി അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന്. ശരി, രാജു അവറാച്ചനുണ്ടോ? ഗുഡ്വിൽ പോളിമേഴ്സ് ആൻഡ് താര സാനിറ്ററി വെയർ. ഗുഡ്വില്ലിൻ്റെ വാട്ടർ ഹെഡ് പാമ്പുകളൊക്കെ നമുക്ക് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും അദ്ദേഹം നമ്മളെ സഹായിക്കുന്നു. ഇത്തവണ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്ന ഈ അടുത്ത കാലത്താണ് നമ്മുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്തത്. എല്ലാവരുടെയും പേരിൽ ഞാൻ അദ്ദേഹം നന്ദി രേഖപ്പെടുത്തുന്നു, അദ്ദേഹത്തെ ആദരിക്കുന്നു. KP സനിൽകുമാർ. KP സനിൽകുമാർ വളരെ സരസനായ നമ്മുടെ ഒരു വളരെ ആക്റ്റീവ് മെമ്പറാണ്. അദ്ദേഹം സിൽവർ ലൈൻ ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ് അല്ലേ, ഫിറ്റ്നസ് എക്യുപ്മെൻറ്റ്, അതന്നെ ഹെൽത്ത് എക്യുപ്മെൻറ്റ്സ്. അതെ, ആളുകളെ തടിവെപ്പിക്കുന്നതും ആരോഗ്യം കൂട്ടുന്നതുമായ സാധനങ്ങളാണ്. ഇവിടെ പബ്ലിസിറ്റി ഇനിയും ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ തരേണ്ടി വരും. ഇനിയും പബ്ലിസിറ്റി ചെയ്യണമെങ്കിൽ കൂടുതൽ പൈസ വേണ്ടി വരുമെന്ന്. എനിക്ക് ഇൻകം ടാക്സിൻ്റെ റെയ്ഡ് ഉള്ളതുകൊണ്ട്
അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ മോഹൻദാസ് ക്ഷണിക്കുന്നു. ശ്രീ ബിജു പുറ്റക്കാട്. ബിജു അദ്ദേഹം ഒറിസൺ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പ്രധാനപ്പെട്ട സീനിയർ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ നമ്മുടെ കുറേ ആൾക്കാരെ ചൈനയിൽ കൊണ്ടുപോകുന്നു. ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ടൂറുകൾ വളരെ എക്കണോമിക്കായിട്ടുള്ള റേറ്റിൽ സംഘടിപ്പിക്കുന്ന ബിജു ഞങ്ങൾക്ക് എല്ലാ വർഷവും ഞങ്ങളെ സഹായിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഗ്രൂപ്പ് അദ്ദേഹത്തെ ആദരിക്കുന്നു. നമ്മുടെ മെമ്പേഴ്സ് തന്നെ ചെറിയും വലുതായിട്ട് കോൺട്രിബ്യൂഷൻ നടത്തി. അതിലൊരാളെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഡോക്ടർ സുശാന്തിനെ ആദരിക്കുന്നില്ല, നമ്മുടെ മെമ്പറായതുകൊണ്ട്. സുശാന്ത് നമ്മുടെ അകമണി സഹായിച്ചു. സുശാന്തിനും അതുപോലെ തന്നെ ചെറിയ സംഭാവന നൽകിയ മറ്റു ചില വ്യക്തികളുണ്ട്. അവരെ എല്ലാവരെയും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ പ്രോഗ്രാം നടക്കുകയാണ്.